VS എന്ന രണ്ടക്ഷരം. ആ അക്ഷരത്തെ നമുക്ക് ഇങ്ങനെ വിവക്ഷിക്കാം: വിപ്ലവ സൂര്യൻ, പുന്നപ്പറയുടെ വിപ്ലവ സൂര്യൻ. സഖാവ് VS എന്നാൽ VS എന്ന രണ്ടക്ഷരം. അതിനെ മലയാള മനസ്സുകൾക്ക് എന്നെന്നും വിവക്ഷിക്കാവുന്നത് വിപ്ലവ സൂര്യൻ. വിപ്ലവ സൂര്യൻ, വിപ്ലവ സൂര്യൻ, അസ്തമിക്കാത്ത വിപ്ലവ സൂര്യൻ. എവിടെവിടൊക്കെ പാപങ്ങൾക്ക് നീതി നിഷേധിക്കുന്നുവോ അവിടെവിടൊക്കെ അഗ്നിക്കാറ്റായി പടർന്ന് കത്തി അവശത അനുഭവിക്കുന്ന ജനസഞ്ചയത്തിന്റെ കണ്ണീരൊപ്പുന്ന കർമ്മപഥങ്ങളിൽ കനൽക്കാറ്റൂതിയ വിപ്ലവകാരി പുന്നപ്പറയുടെ ആ വിപ്ലവ സൂര്യൻ സഖാവ് VS. നമുക്ക് ഇപ്പോൾ കേരളത്തിന്റെ ക്ഷുഭിത യൗവനം അവരുടെ മനസ്സുകൾ ഗർജിക്കുന്നത്: ഒരു കുറി വീണ്ടും മടങ്ങി നീ എത്തുക, പുന്നപ്ര മണ്ണിന്റെ വിപ്ലവ സൂര്യ. പോരാട്ട വീഥികൾക്കാവേശമായി അസ്തമിക്കാത്തൊരു വിപ്ലവ സൂര്യ. സഖാവ് VS, സഖാവ് VS, സഖാവ് VS. ഒരിക്കലും മരിക്കാത്ത പോരാളി. സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും മണ്ണും മനുഷ്യനുമുള്ള കാലം വരെ മരിക്കുകയില്ല, മരിക്കുകയില്ല, മരിക്കുകയില്ല. പ്രിയ സഖാവേ, സഖാവിന്റെ കാലടികൾ പതിഞ്ഞ പോരാട്ട വീഥികളിൽ സഖാവ് നയിച്ച, സഖാവ് പിടിച്ച ആ ചെങ്കൊടി എന്നെന്നും കൂടുതൽ കൂടുതൽ ഉയരെ ഉയരെ പാറിക്കുവാൻ, ഈ കൊടിച്ചോട്ടിൽ മരിച്ചു വീഴും വരെ ഇങ്കുലാബ് ഇങ്കുലാബ് ഏറ്റേറ്റു പാടുവാൻ, അവശന്റെ ആർത്തന്റെ ആലംബഹീനന്റെ സങ്കടമൊക്കെ ഒടുങ്ങുന്ന നാൾ വരെ പോരാട്ട വീഥികൾക്കാവേശമായി എന്നും ജ്വലിക്കുന്ന വിപ്ലവ സൂര്യ, പുന്നപ്ര മണ്ണിന്റെ വിപ്ലവ ജ്യോതിസേ, പ്രിയ സഖാവേ, ലാഡ്സലാം ലാഡ്സലാം, അന്ത്യാഭിവാദനം. നമ്മളങ്ങനെ എന്താ, എനിക്ക് അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സത്യം ഞങ്ങളുടെ നഷ്ടം എന്ന് പറഞ്ഞൊരു നഷ്ടമാണ്. ഇപ്പൊ എല്ലാരും ചിലപ്പോ എന്താ പ്രായമാവും, മരിക്കും, ഒക്കെ ശരിയാ. VS പറയുന്ന പോലെ തന്നെ തല നിലച്ചാലും ഞങ്ങളുടെ യൗവനം തന്നെയായിരുന്നു VS. നമ്മളൊക്കെ ആരെയാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞങ്ങൾക്ക് ആലപ്പുഴക്കാർ മൊത്തത്തിൽ ഒരുപക്ഷെ VSന്റെ പേരെ പറയത്തുള്ളൂ. ഇത് എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങളൊക്കെ മെനഞ്ഞാന്ന് VS മരിച്ചപ്പോൾ മുതലേ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെയും അടക്കം കഴിഞ്ഞാ പോയത്. പക്ഷെ എനിക്ക് ചെന്നിട്ടും ഒരു എന്താ പറയാ, രാവിലെ ഞാൻ അത് എഴുന്നേറ്റിങ് പോകുന്നത് ഉറക്കത്തിൽ എണീറ്റതേ താമസമായിരുന്നു. ഞാൻ രാവിലെ ചെന്നൊരു റോസാപ്പൂ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് പൂവാണേലും മതി, എനിക്കൊന്ന് VSനെ ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് രാവിലെ വന്നേ. കുറെ നേരമായി ഞാൻ വന്നിട്ട് എനിക്ക് തിരിച്ചു പോവാൻ തോന്നില്ല. അതാ സത്യം. അതാ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്.